ഒരു 50 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ ബാലൻസിങ് വളരെ പ്രധാനമാണ്. അതിനായിട്ട് നിങ്ങളുടെ ശരീര ബാലൻസ് കുറയുമ്പോൾ വീഴാനും, പ്രായം ചെല്ലുന്തോറും ആ ബാലൻസ് കുറയുമ്പോൾ വീഴാനും, വീണു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാലൻസ് എങ്ങനെയുണ്ട്, അതിനൊരു ടെസ്റ്റാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാലിൽ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റോ 30 സെക്കൻഡോ 1 മിനിറ്റോ നിൽക്കാൻ കഴിയുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു കാല് അല്പമെങ്കിലും ഉയർത്തി വെച്ചാൽ മതിയാവും. ഇങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. അല്പം ഉയർത്തി ഒരു കാലിൽ നിൽക്കുക. 1 മിനിറ്റ് നിങ്ങൾക്ക് ഓരോ കാലയിലും നിൽക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. മറിഞ്ഞു വീഴാതെ സുരക്ഷിതമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരു 30 സെക്കൻഡെങ്കിലും നിൽക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ 1 മിനിറ്റോ നിന്നാലും അതിൽ 30 സെക്കൻഡോ നിൽക്കുന്ന ആൾക്ക് 1 മിനിറ്റ് നിൽക്കാൻ കഴിയും. 1 മിനിറ്റ് നിൽക്കുന്ന ആൾക്ക് അതിൽ കൂടുതൽ നിൽക്കാൻ കഴിയും. തൽക്കാലം നിങ്ങൾക്ക് ആ ബാലൻസിൽ 1 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ 30 സെക്കൻഡ് എങ്കിലും നിൽക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അല്പം ഒന്ന് ഉയർത്തി വെച്ചാൽ മതിയാവും. അല്പം ഒന്ന് ഉയർത്തി ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2 കാലിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കാല് ഉയർത്തി നിൽക്കുമ്പോൾ മറ്റേ കാലിൻ്റെ വിരലുകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ബാലൻസ് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ആ വിരലുകൾക്ക് നമുക്കുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് പിടിച്ചു നിർത്താനൊക്കെയുള്ളൂ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് തലച്ചോറുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ 2 കാലും 30 സെക്കൻഡോ 1 മിനിറ്റോ 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ലത് ഉയർത്തി നിൽക്കാൻ കഴിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. പ്രായം ചെന്നവർ ബാലൻസ് ഇല്ലാതെ വീഴുകയും വീണാൽ ഉടനെ അവരുടെ അസ്ഥികൾ പൊട്ടുകയും ഇടിപ്പല്ല് പൊട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം 1 ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വീഴുന്നത്, 2 അവരുടെ മസിലില്ലാത്തതുകൊണ്ട്, മസിലുകൾ അയഞ്ഞ് പഴന്തുണി പോലെ ഇരിക്കുന്നതുകൊണ്ട് നേരിട്ട് അവർ വീണ് കഴിഞ്ഞാൽ അസ്ഥിയിലേക്ക് ആഘാതം ഉണ്ടാകുകയും അത് പൊട്ടുകയും ചെയ്യുന്നു. അപ്പോൾ പ്രായം ചെയ്യുന്നവരുടെയും ഏറ്റവും പ്രധാനമായും ശക്തീകരിക്കേണ്ട ഒരു അവയവമാണ് മസിലെന്ന് പറയുന്നത്. വലിയ മസിൽ പെരുപ്പിക്കുക എന്നുള്ളതല്ല, ശരീരത്തിൽ മസിൽ ഉണ്ടാകുക എന്നുള്ളത്. ആ മസിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യമാണ്. ആ മസിലായി ഓരോ ഭാഗത്തുള്ള മസിലയന്തോറും അതിൻ്റേതായ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമതകൾ നമുക്കുണ്ടാകും. അപ്പോൾ മസിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള ഒന്ന്, നമുക്ക് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക. 2, നമ്മൾ ആവശ്യമായ എക്സസൈസുകൾ, വെയിറ്റ് ട്രെയിനിങ് നടത്തുക.